ഡിനു, സ്ട്രോക്കിന് ശേഷം പൊതുവെ പേഷ്യൻസ് കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ നടക്കാൻ തുടങ്ങുന്ന സമയത്ത് അവർക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല, അതേപോലെ കാൽ ഒട്ടിപ്പിടിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ പേഷ്യൻസ് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കും? ഇതിന് ഒരു കാരണമല്ല, മറിച്ച് ബയോമെക്കാനിക്കൽ ആൻഡ് ന്യൂറോമസ്കുലർ ഇമ്പയർമെന്റ്സിന്റെ ഒരു കൂട്ടം കാരണങ്ങളാണുള്ളത്. ഇപ്പോ സ്ട്രോക്കിന് ശേഷം നമുക്കറിയാം ഡോസിഫ്ലെക്സേഴ്സിന്റെ എസ്പെഷ്യലി ടിബിയാലിസ് ആന്റിയറിന്റെ മോട്ടോർ കൺട്രോളും അതുപോലെ ലോസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അത് വീക്ക് ആയിരിക്കും, അൺകോർഡിനേറ്റഡ് ആയിരിക്കും. അപ്പൊ ഇത് കാരണം പേഷ്യൻസിന് സ്വിംഗ് ഫേസിൽ പ്രോപ്പർ ആയിട്ട് ഗ്രൗണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ആൻഡ് ദിസ് ലീഡ്സ് ടു ഫുഡ് ഡ്രോപ്പ്. അതുപോലെ പ്ലാന്റാർ ഫ്ലെക്സസ് ഇവിടെ എന്താണ്, സ്പാസ്റ്റിക് ആണ്, എസ്പെഷ്യലി സോളിയസ് മസിൽ. ഇപ്പൊ നമ്മൾ വെയിറ്റ് ബെയറിംഗ് കൊടുക്കുന്ന സമയത്ത് എസ്പെഷ്യലി മിഡ് സ്റ്റാൻസിൽ ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, ഷോർട്ട് ആയിട്ട് ഇരിക്കുന്ന പ്ലാന്റാർ ഫ്ലെക്സസ് സ്ട്രെച്ച് ആവും. ഈ സ്ട്രെച്ച് അവിടുത്തെ സ്ട്രെച്ച് റിഫ്ലെക്സിനെ ട്രിഗർ ചെയ്യും. അപ്പൊ എന്തുണ്ടാവും, ഈ സോളിയസ് മസിൽ ടോണിക്കലി ആക്റ്റീവ് ആവും. സാധാരണ കണ്ടീഷൻസിൽ ആക്റ്റീവ് ആവുന്ന മസിൽ ഇവിടെ എന്തുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് ആവും. എന്തുകൊണ്ട് അത് ഹൈപ്പർ ആക്റ്റീവ് ആവുന്നത്, ഈ സ്ട്രെച്ച് റിഫ്ലെക്സ് ട്രിഗർ ആവുന്ന സമയത്ത് ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യേണ്ടത് സ്പൈനൽ ന്യൂറോൺസിലൂടെയുള്ള റെസിപ്രോക്കൽ ഇൻഹിബിഷൻ വഴിയാണ്. എന്നാൽ അതിവിടെ ലോസ് ആണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ടോ ഫേസ് നിന്ന് പേഷ്യന്റിന്റെ സ്വിംഗ് ഫേസിലോട്ട് പ്രോപ്പർ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ രണ്ട് കാരണങ്ങളാണ് ഗ്രൗണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട്. ഇനി എന്താണ് കാല് ഒട്ടിപ്പിടിക്കുന്നതിന്റെ കാരണം നോക്കാം. ഇനി പ്ലാന്റാർ ആർച്ച് ആലോചിക്കാം. ഇപ്പൊ കാലില് വെയിറ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവണേ, ഒരു വെർട്ടിക്കൽ കംപ്രസീവ് ഫോഴ്സ് അവിടെ അപ്ലൈ ആവും. ഈ അപ്ലൈ ആവുന്ന വെർട്ടിക്കൽ കംപ്രസീവ് ഫോഴ്സിനെ ഈക്വലി ഹൈൻ ഫുഡിലേക്കും ഫോർ ഫുഡിലേക്കും ഡിവൈഡ് ചെയ്യുന്നത് ടാലസ് ബോൺ ആണ്. ഇനി അവിടുത്തെ പാസീവ് സ്റ്റെബിലൈസേഴ്സ് ആയിരിക്കുക സ്പ്രിംഗ് ലിഗമെന്റ്, പ്ലാന്റാർ ഫേഷ്യ. സ്പ്രിംഗ് ലിഗമെന്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെർട്ടിക്കൽ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ആവുന്ന സമയത്ത് ടാലസ് ഹെഡിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആർച്ചിന്റെ ഹൈറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യും. അതേസമയം ഈ ലോഡിനെതിരെ ഈ ആർച്ച് ഫ്ലാറ്റൻ ആവുന്നത് അല്ലെങ്കിൽ ഫ്ലാറ്ററിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നത് ആരാണ്, പ്ലാന്റാർ ഫേഷ്യ ആണ്. അതുപോലെ ഒരു കീ ഡൈനാമിക് സ്റ്റെബിലൈസർ ഉണ്ട്, ടിബിയാലിസ് പോസ്റ്റീരിയർ. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇനി പോസ്റ്റ് സ്ട്രോക്ക് കണ്ടീഷൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ടിബിയാലിസ് പോസ്റ്റീരിയർ ടി എ പോലെ തന്നെ വീക്ക് ആവും. ടിബിയാലിസ് പോസ്റ്റീരിയർ വീക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്ടെല്ലാർ ജോയിന്റ് ഓവർ പ്രൊണേഷനിലേക്ക് പോകും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടിഷ്യൂസ് എന്തുണ്ടാവും, ഓവർ സ്ട്രെച്ചിങ്ങിലേക്ക് പോകും. ലിഗമെന്റ്സ് എല്ലാം ലാക്സ് ആവും. ഈ ഒരു സമയത്ത് വെയിറ്റ് ബെയറിംഗ് വരുമ്പോൾ മിഡ് സ്റ്റാൻസിലേക്ക് വരുന്ന സമയത്ത് ആർച്ചിന് റീബൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം മിഡ് ഫുട്ട് എന്തുണ്ടാവും, അവിടെ കൊളാപ്സ് ആവും. ഈ കൊളാപ്സ് ആവുന്ന സമയത്ത് മിഡ് ഫുഡിന്റെ അടിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആർച്ചിന്റെ അടിയിലുണ്ടായിരുന്ന എയർ എസ്കേപ്പ് ആയിട്ട് അവിടെ ഒരു സക്ഷൻ എഫക്ട് ക്രിയേറ്റ് ആവും. ഈ സക്ഷൻ എഫക്റ്റ് ആണ് പേഷ്യൻസിന് കാല് ഒട്ടിപ്പിടിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടിയാണ് പേഷ്യൻസിന് ഗ്രൗണ്ട് ക്ലിയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ കാല് ഒട്ടിപ്പിടിക്കുന്ന ഫീലിംഗും കൊടുക്കുന്നത്. ക്ലിയർ ആണോ?